നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 1, 2 എപ്പിസോഡിൽ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പാടില്ലാത്തതും വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാൻ പാടില്ലാത്തതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാന വാതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വീടിൻ്റെ മൗത്താണ് പ്രധാന വാതിൽ. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ലിവിങ് റൂമിൽ എങ്ങനെയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ പാടില്ല, എന്തൊക്കെ പാടുണ്ട്, ഏതൊക്കെ ഭിത്തിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഏതൊക്കെ ഭാഗത്ത് വാട്ടർ ടാങ്ക് വയ്ക്കാം, ഇതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ ഷാജി കെ നായർ. സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എങ്കിൽ വാട്സാപ്പ് ചെയ്യൂ. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വരുന്ന മറ്റന്നാൾ ഞാൻ തൃശ്ശൂർ വരുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ. ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തൊട്ട് കിടക്കാം. നമ്മൾ ലിവിങ് റൂം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ലിവിങ് റൂം. അത് കൺജസ്റ്റ് ആവാൻ പാടില്ല, ചെറുതാവാൻ പാടില്ല. വീട്ടിലെ മറ്റുള്ള റൂമിനേക്കാളും അല്പം വലുതായിരിക്കണം. കാരണം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം അവർ ചിലവാക്കുന്നത് ലിവിങ് റൂമിലായിരിക്കും. അല്ല നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ച് സംസാരിക്കത്തില്ലല്ലോ. അപ്പോൾ ലിവിങ് റൂമിലാണ് ഗസ്റ്റുകളൊക്കെ വന്നത്. അത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് വീടിൻ്റെ ലിവിങ് റൂം. അപ്പോൾ ലിവിങ് റൂം എപ്പോഴും നമുക്കൊരു ചെന്ന് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം ഒരു പോസിറ്റീവ് വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗം, ഇപ്പം ഈ ഓരോ സ്ഥലത്തും ഓരോ കളറുകളുണ്ട്. ഞാൻ ഒരിക്കലും ആ കളർ അടിക്കാൻ ഞാൻ പറയാറില്ല. കാരണം വെച്ചാൽ ഈ ഇയർലി കറക്ഷൻ ചെയ്യുമ്പോൾ, ഇയർലി വരുന്ന ഫെങ്ഷുയുടെ പീരീഡ് അനുസരിച്ച് ഇയർലി കറക്ഷൻ വരുന്ന സമയത്ത് ഓരോ ഏരിയയിലും കളർ ചേഞ്ച് ആക്കാൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പുതിയൊരു വീടാണ് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ലിവിങ് റൂം എപ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് വൈറ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈറ്റ് കളറാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ നമുക്ക് അതിൽ വൈറ്റ് ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന ജനാലയിലോ അല്ലെങ്കിൽ പില്ലോ ഷീറ്റ് ഇതിലൊക്കെ നമുക്ക് പില്ലോ കുറക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ലിവിങ് റൂമിൽ എപ്പോഴും വൈറ്റ് കളർ. ലിവിങ് റൂമിൽ മൊത്തത്തിൽ വീട്ടിൽ വൈറ്റാണ് ഏറ്റവും നല്ലത്. വൈറ്റാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജനൽ, ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് നമുക്ക് ബ്ലൂ കളർ കർട്ടൻസ് ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ബ്ലൂ കളർ കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമുക്കൊരു ഫിഷ് ടാങ്ക് വയ്ക്കണമെങ്കിൽ നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്ത്, ആ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് അല്ലാതെയും വയ്ക്കാം, കിഴക്ക് ഭാഗത്തും വയ്ക്കാം, തെക്ക് കിഴക്ക് ഭാഗത്തും ഫിഷ് ടാങ്ക് നമുക്ക് വയ്ക്കാം. പക്ഷെ വടക്ക് ഭാഗത്ത് ഫിഷ് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ധാതു എന്ന് വെച്ചാൽ ജലമാണ്. ആ ജലത്തെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കുവാൻ ഏറ്റവും നല്ലതാണ്. അപ്പം വടക്ക് ഭാഗം ശ്രദ്ധിക്കുക. വടക്ക് ഭാഗത്ത് എപ്പോഴും നമുക്ക് ഈ ലോഹ ആമ വയ്ക്കാൻ ഞാൻ പറഞ്ഞത് മുമ്പ് ഒരു തൊഴിൽ തടസ്സം മാറുവാനുള്ള വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലോഹ ആമ പറ്റുമെങ്കിൽ അവിടെ വാങ്ങിയിട്ട് തല വടക്കോട്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ കാല് നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. ആഴ്ചയിലൊരിക്കൽ എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ വീടിൻ്റെ കിഴക്ക് ഭാഗം, ഈ നമ്മുടെ ബാമ്പു അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, ലൈവ് പ്ലാന്റുകളൊക്കെ നമുക്ക് എപ്പോഴും വയ്ക്കുന്നത് ആ വീടിൻ്റെ കിഴക്ക്, വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ ആയിക്കോട്ടെ, ഇപ്പം വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ എങ്ങോട്ടോ ആയിക്കോട്ടെ, പക്ഷേ ആ ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് ലൈവ് പ്ലാന്റുകൾ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ലൈവ് പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അത് നമ്മുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. തെക്ക് കിഴക്കും നമുക്കത് വയ്ക്കാൻ പറ്റും. വീടിൻ്റെ കിഴക്കോ തെക്ക് കിഴക്ക് ഭാഗത്ത് ലൈവ് പ്ലാന്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ തെക്ക് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രശസ്തി, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് വീടിൻ്റെ തെക്ക് ഭാഗം. വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗം, വീടിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്ത് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗം നമ്മളൊന്ന് എനർജൈസ് ചെയ്ത് കൊടുത്താൽ മതി. പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ഈ ഉദയ സൂര്യൻ്റെ പിക്ചറോ അല്ലെങ്കിൽ അതിനകത്ത് ഈ കോപ്പറുള്ളതൊക്കെ കിട്ടും. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരുന്ന ആ കണ്ണും മൂക്കൊക്കെ ഉള്ള ഒരു സാധനം കിട്ടും. അത് വാങ്ങിച്ചിട്ട് തെക്ക് ഭാഗത്ത് ഭിത്തിയിലിടുക, അവിടെ എവിടെയും തൂക്കിയിടുക നല്ലതാണ്. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ഫോട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറാക്കുക. നമ്മൾ ഇടുന്ന ഡ്രസ്സല്ല റെഡ് ആക്കാൻ പറഞ്ഞത്, അത് ഏത് ഇത് വേണം ഇടാം. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറാക്കി ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശസ്തി അത്രത്തോളം പവർഫുള്ളായി മാറും. അത്രയും പവർഫുള്ളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പിന്നെ ചെയ്യേണ്ടത് റെഡ് കളർ, അവിടെ നമുക്ക്
വിൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡ് കളറായിട്ടുള്ള കർട്ടനൊക്കെ നമുക്ക് അവിടെ ഇടുന്നത് നല്ലതായിരിക്കാം. പിന്നെ അതുമായിട്ടുള്ള അതായത് ഫയറിന് അംഗീകരിക്കുന്ന ടൈപ്പുള്ള ഏത് വേണോ നമുക്ക് വീടിൻ്റെ ലിവിംഗ് റൂമിൻ്റെ തെക്ക് ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ഐക്യത നിലനിർത്തുവാൻ അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ നിലനിർത്തുവാൻ പറ്റിയിട്ടുള്ള ഏരിയയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം. അവിടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരിക്കുന്ന നല്ല ബ്രൈറ്റായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വൈറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക, സെറാമിക് പ്ലേറ്റിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് നല്ലതായിരിക്കും. മെറ്റൽ ഐറ്റങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെറ്റൽ ഐറ്റങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. നമുക്ക് വീട്ടിൽ ആ ലിവിങ് റൂമിൽ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന ഓരോ ക്രോക്കറീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കറക്റ്റ് രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ അതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സെറാമിക്കിലുള്ള ഒരു ഫ്ലവറേസ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് നമ്മളൊന്ന് നോക്കണം, ഇത് ഏത് ഭാഗത്താണ് അത് സൂട്ടബിൾ, ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. അത് നോക്കിയതിന് ശേഷം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം അത് വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ലൈവ് പ്ലാന്റുകൾ പല വീടുകളിലും പോകുമ്പോൾ ബെഡ്റൂമിലൊക്കെ ലൈവ് പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ബെഡ്റൂമിലോ അങ്ങനെ ഒന്നും വയ്ക്കാം. ലിവിംഗ് റൂമിൽ നമുക്ക് വയ്ക്കാം. ലിവിംഗ് റൂമിൽ നമ്മൾ ഈ നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷേ അത് വയ്ക്കേണ്ട സ്ഥാനമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയിൽ അവിടെയൊന്നും ലൈവ് പ്ലാന്റ് ഒന്നും കൊണ്ട് വയ്ക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതിന് പകരം നമുക്ക് ഈ കിഴക്ക് ഭാഗത്തോ തെക്കിഴക്ക് ഭാഗത്തൊക്കെ ഉള്ള അവിടെയൊക്കെ പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇടുമ്പോൾ അതും ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ലിവിംഗ് റൂമിൽ നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഒരു മുതിർന്ന ആളല്ല. ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി സാമ്പത്തികം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളാണ് ഗ്രഹനാഥൻ. അപ്പോൾ ആ ഗ്രഹനാഥന് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വേണം നമുക്ക് ആ ഗ്രഹനാഥൻ്റെ ചെയർ ഇടേണ്ടത്. ഗ്രഹനാഥൻ ഇരുന്ന ചെയറിൽ മറ്റാരും ഇരിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ആ ചെയർ ഗ്രഹനാഥന് മാത്രമേ ഇരിക്കാൻ വേണ്ടി കൊടുക്കുക. അത് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തിയിൽ അവിടെ വേണം ഇടേണ്ടത്. ആ ചെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലിവിംഗ് റൂമിൻ്റെ ആ എനർജിയെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ലിവിംഗ് റൂം നമുക്ക് നിങ്ങളുടെ വീട്ടിലെ ലിവിംഗ് റൂം നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് അറിയാൻ പറ്റും. പറ്റുമെങ്കിൽ വീടൊന്ന് ക്ലൻസ് ചെയ്തോളൂ. ക്ലൻസിങ് അത്യാവശ്യമാണ്. പച്ചക്കർപ്പൂരം കിട്ടുമെങ്കിൽ അതൊന്ന് വാങ്ങിയതിന് ശേഷം, അറിയാമല്ലോ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ഒന്ന് പുകയ്ക്കുക. അല്ലെങ്കിൽ നല്ല ദശാംഗമല്ല അഷ്ടഗന്ധം കിട്ടും. അഷ്ടഗന്ധം കിട്ടുമെങ്കിൽ അത് വാങ്ങിയിട്ട് അതും പുകച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് കംപ്ലീറ്റ് ഹൈലി പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. നമുക്ക് ഉണ്ടാകുന്ന കുറേ നെഗറ്റീവ് എനർജിയൊക്കെ വീടിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തോളും. എന്തായിരുന്നാലും ലിവിംഗ് റൂമായി അടുത്ത് നമുക്ക് കിച്ചണിലോട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമിലോട്ടോ കിടക്കാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മണി ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. നന്ദി.